ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് നേരിയരി വെച്ചിട്ടൊരു ചിക്കൻ മദ്ഹൂത്ത് ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കബ്സയും മന്തിയൊക്കെ പോലെ തന്നെ അറബികളുടെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചോറാണ് മദ്ഹൂത്ത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് സല്ല റൈസ് അല്ലെങ്കിൽ ബസ്മതി അരിയൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നേരിയരി വെച്ചിട്ടാണ്. അങ്ങനെ ഞാനിവിടെ ഒരു 3 കപ്പ് അരി ഇതുപോലെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അപ്പം ഞാനിന്ന് ഈ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു വലിയ കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് കുക്കർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു 2 ഏലക്കയുടെ കുരു ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് പെരുംജീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സ്പൈസസിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി ചെറുതായി മുറിച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറിയ സൈസ് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അതൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ അളവിലാണ് ചോറുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം കുറേശ്ശെയായിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ സൈസിലുള്ള 2 തക്കാളി എടുക്കുന്നുണ്ട്. അതുപോലെ മുറിച്ചിട്ട് ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തക്കാളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ചിക്കനും മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ ഒന്ന് പകുതി വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് അരി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കാം. അങ്ങനെ 2 വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പം ചിക്കൻ ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇതുപോലെ ഒന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് വെക്കുമ്പം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവിച്ചത് കൊണ്ട് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 കപ്പ് അരിക്ക് 6 കപ്പിന് പകരം 5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് നേരത്തെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി 3.5 കപ്പ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ തുറക്കുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മദ്ഹൂത്ത് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് കൂടിയാണ്. നമ്മൾ കബ്സയും മന്തിയും പോലെയൊന്നുമല്ല, കുറച്ച് നല്ല വ്യത്യസ്തമായിട്ടൊരു രുചിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനിയും മെല്ലനെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിയിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില കൂടെ മുറിച്ചിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസിൻ്റെ പ്രോസസ്സൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റൈസ് കൂടിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.
തക്കാളി ചട്നിയുടെ കൂടെയും മയണൈസിൻ്റെ കൂടെയും നമുക്ക് ഈ ചോറ് സെർവ് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.